ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ പക്ഷേ BJP-യെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരമൊരു കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞത് ലോക്സഭയിൽ. അദ്ദേഹം ഈ സത്യത്തിന്റെയും അഹിംസയുടെയും പ്രാധാന്യം ഓരോ മതങ്ങളും എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ട് വിരൽ ചൂണ്ടിയത് ഭരണപക്ഷ ബെഞ്ചുകളിലേക്കാണ്. അതായത് ഹിന്ദുക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് അക്രമവും വെറുപ്പും അസത്യവും പറയുന്ന ആളുകൾ എന്ന് ഉടനെ തന്നെ അത് ഹിന്ദു സമൂഹത്തെ ആകെ അപമാനിച്ചു എന്ന രീതിയിൽ പ്രധാനമന്ത്രി എഴുന്നേൽക്കുകയും അതിന് പിന്തുണ നൽകിക്കൊണ്ട് രാഹുൽ മാപ്പ് പറയണമെന്ന് അമിത്ഷാ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇത് പക്ഷേ ആ ഒരു പാർലമെന്റ് പ്രസംഗത്തെ ഭയപ്പെട്ട രീതിയിലായി പോയല്ലോ, അത് വക്രീകരിക്കുന്ന രീതിയിലായി പോയല്ലോ. പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ പറയുകയായിരുന്നു. മറ്റദ്ദേഹം ഒട്ടേറെ വിഷയങ്ങളോടെ പ്രതിപാദിച്ചു വന്നതാണ്. അതിൽ ഈ ഒരു വിവാദത്തിൽ എന്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു BJP? മഞ്ജുഷേ, രാഹുൽ ഗാന്ധി ഇവിടെ നമ്മുടെ 2029 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ന് ജൂലൈ 1 ഒരു മാസം മുമ്പ് ജൂൺ 1 കഴിഞ്ഞു. മെയ് 29 ആ ഇലക്ഷൻ്റെ പ്രചരണവും അവസാനിച്ചു. പക്ഷേ രാഹുൽ ഗാന്ധിയും ഈ പ്രതിപക്ഷവും കോൺഗ്രസുമൊന്നും ഇപ്പോഴും ഇലക്ഷൻ വേദികളിൽ നിന്ന് ഇതുവരെ താഴേക്ക് ഇറങ്ങിയിട്ടില്ല. ഇത് ഇലക്ഷൻ വേദിയല്ല, ഇത് ഇന്ത്യൻ പാർലമെന്റാണ്, നമ്മുടെ ലോക്സഭയാണ് എന്ന ആ ഒരു മിനിമം ബോധ്യം രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസ് പാർട്ടിക്കോ ഇനിയും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വേദികളിൽ പ്രസംഗിച്ച അതേ തെരുവ് പ്രസംഗം, അതേ സ്ട്രീറ്റ് റെട്ടറിക്ക് അവർ ഈ പാർലമെന്റിലും പാർലമെന്റിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ വേറൊന്നും ഇവർക്ക് പറയാനില്ല. അത് തന്നെയാണ്. വേറെ എന്തെങ്കിലും വ്യത്യാസം ഒരു ഇലക്ഷൻ പ്രചരണ വേദിയിലല്ല പറയുന്നതും ഈ രാഹുൽ ഗാന്ധി ഈ പാർലമെന്റിൽ കാണിച്ചതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എന്തെങ്കിലും വ്യത്യാസം? ഭരണഘടന പൊക്കിപ്പിടിച്ച് നടത്തുക, ഭരണഘടനയുടെ ഡമ്മി കോപ്പിയും പൊക്കിപ്പിടിച്ച് ഓരോ നാടകം നടത്തുക, ഇത് ആരെ ബോധിപ്പിക്കാനാണ്? ഇനിയും വേറൊരു കാര്യം, 20 വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞു. അത് വലിയ നേട്ടം തന്നെയാണ്, ഞാൻ അംഗീകരിക്കുന്നു. വലിയ നേട്ടം തന്നെയാണ്. കഷ്ടപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി ഇവർ മനസ്സിലാക്കാനുണ്ട്. തൻ്റെ ലെജിസ്ലേറ്റർ കരിയർ തുടങ്ങിയ നിമിഷം മുതൽ ഇപ്പോൾ ഈ നിമിഷം വരെയും നരേന്ദ്രമോദി ഭരണത്തലവനാണ്. അത് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിട്ടാണെങ്കിലും പ്രധാനമന്ത്രിയായിട്ടാണെങ്കിലും. ആദ്യമായി MLA ആയത് അദ്ദേഹം ഗുജറാത്തി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആയിക്കൊണ്ടാണ്. ആദ്യമായി MP ആവുന്നത് അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിക്കൊണ്ടാണ്. അത് ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ തവണത്തേനേക്കാൾ ഇലക്ഷൻ അതായത് വിന്നിംഗ് മാർജിൻ കുറഞ്ഞു. ശരിയാണ്. 2007 ഇന്ത്യ ലോകകപ്പ് ഇതിൻ്റെ 2020 ലോകകപ്പ് നേടുമ്പോൾ ഇന്ത്യയുടെ വിന്നിംഗ് മാർജിൻ എന്ന് പറയുന്നത് ഏതാണ്ട് 20-30 റണ്ണായിരുന്നു. ഇപ്പോൾ ഇന്നലത്തെ ഫൈനലിൽ ഇന്ത്യയുടെ വിന്നിംഗ് മാർജിൻ വളരെ കുറഞ്ഞു. അതുകൊണ്ട് ഇതൊരു വിജയമേ അല്ല എന്നും കൂടി നമ്മൾ ഒന്ന് പറയുന്നതാണ് എനിക്ക് നല്ലത്. ഈ കാര്യം ഇങ്ങനെ കമ്പയർ ചെയ്ത് പറയുമ്പോഴേ എല്ലാം കൂടി നമ്മളൊന്ന് നോക്കണം. ഇനി രാഹുൽ ഗാന്ധി അവിടെ ഉന്നയിച്ചത് അതായത് 100% ഒരു രാഷ്ട്രീയ പ്രസംഗമാണ്, രാഷ്ട്രീയ ആരോപണങ്ങളുമാണ് ഉന്നയിച്ചത്. രാഷ്ട്രീയ ആരോപണങ്ങൾ വരുമല്ലോ, ജനകീയ വിഷയങ്ങൾക്കൊപ്പം തന്നെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ കൂടി വരുമല്ലോ പാർലമെന്റിലെ പ്രസംഗത്തിൽ സ്വാഭാവികമായിട്ടും. ആയിക്കോട്ടെ, രാഷ്ട്രീയ ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടാനുള്ള, രാഷ്ട്രീയമായി തന്നെ മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം ആരെയാണോ ആരോപണത്തിന്റെ നിഴലിൽ നിർത്തുന്നത് അവർക്കുണ്ട്. പക്ഷെ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്വാർത്ഥതയോടുകൂടി അത് ആ പ്രസംഗം കേൾക്കുന്ന ആർക്കും ബോധ്യമുള്ള കാര്യമാണല്ലോ രാഹുൽ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന്. അതിൽ ശ്രീ ഷാബുവിനും സംശയമുണ്ടോ? BJP-യെയാണ് ഉദ്ദേശിച്ചത്, ഭരണപക്ഷത്തെ നോക്കിയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ആരെയാണ്? കോണ്ടക്സ്റ്റ് എന്താണ്? അതേന്നെ. അല്ല,
ഈ കോണ്ടക്സ്റ്റ് എന്താണ്, ഉദ്ദേശിച്ചത് എന്താണ്, അത് ഊഹിക്കുന്നുണ്ട് എന്താണ്, ഈ പറയുന്ന ലോജിക്ക് എപ്പോഴും എല്ലാവർക്കും ബാധകമാണെന്നേ. അല്ലേ? ഇവിടെ പ്രധാനമന്ത്രി ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞു എന്നാണ് ഇയാൾ പറയുന്നത്. അദ്ദേഹം എന്താ പറയുന്നത്? എനിക്കൊരു ദൗത്യമുണ്ട്, ഒരു ഈശ്വര ദൗത്യമുണ്ട്. ഇതേപോലെ എല്ലാവർക്കും ഓരോ ഈശ്വര ദൗത്യങ്ങളുമായിട്ടാണ് ഞാനും മഞ്ജുഷും ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ജനിക്കുന്നത്. പക്ഷെ എനിക്ക് നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല, പ്രധാനമന്ത്രിക്ക് അത് മനസ്സിലായി. അത് ഇത് ഈശ്വരൻ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണിത് എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവമാണ് എന്ന് വ്യാഖ്യാനിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അവകാശമുണ്ട് എങ്കിൽ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പറഞ്ഞത് ഇത് ഹിന്ദുക്കൾക്കെതിരെയാണ് എന്ന് തിരിച്ചു പറയാനുള്ള അവകാശം ബി.ജെ.പിക്കും പ്രധാനമന്ത്രിക്കും ഉണ്ടപ്പ. ഇത് ഈ കോണ്ടക്സ്റ്റുവലായിട്ട് മാത്രം വ്യാഖ്യാനിക്കേണ്ട കാര്യം, അത് ഒരു പാലവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടതാണ്. ഈ കോണ്ടക്സ്റ്റ് എന്ന് പറയുന്ന സാധനം രാഹുൽ ഗാന്ധിയുടെ മാത്രം വിഴുങ്ങാനുള്ള സാധനം അല്ല. ഇത് എല്ലായിടവും ഉണ്ട്. ഒരടി ഇങ്ങോട്ടടിച്ചാൽ തിരിച്ച് 4 അടി അങ്ങോട്ടും കിട്ടുമെന്നുള്ള ബോധ്യത്തിൽ വേണം പറയാൻ. ഈ രാഹുൽ ഗാന്ധിക്ക് ധൈര്യമുണ്ടോ അള്ളാഹുവിന്റെ ചിത്രം ഇതുപോലൊന്ന് എടുത്ത് ഉയർത്തി കാണിക്കാൻ? ഇപ്പൊ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അല്ലെങ്കിൽ വേറെ ആ രീതിയിൽ ഇതാക്കാനുള്ള ധൈര്യം രാഹുൽ ഗാന്ധിക്കുണ്ടോ? അപ്പോ ഇത് കിട്ടുന്ന അവസരം രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്നുവെങ്കിൽ അത് തിരിച്ചങ്ങോട്ട് കൊടുക്കാനുള്ള അവകാശം ഇപ്പുറത്തും ഉണ്ടെന്നേ. അത് വെറുതെ കിട്ടുന്ന അല്ലാതെ ഇങ്ങോട്ട് കിട്ടുമ്പോൾ മാത്രം ഇത് മറ്റേത് മറിച്ചതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങളെന്നാ നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഉടനീളം നോക്കൂ, ബി.ജെ.പിയോട് തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയോട് ഇവരോടുള്ള വെറുപ്പ് മാത്രമല്ലേ ഈ മനുഷ്യന്റെ ഓരോ വാക്കുകൾക്കിടയിലുമുള്ളൂ. ഈ പുള്ളി ഇവിടെ സ്നേഹത്തിന്റെ കംപ്ലീറ്റ് രാജ്യം മുഴുവനുമുള്ള ഇന്റർനാഷണൽ കൊട്ടേഷനും പിടിച്ച് നാടുനീള സ്നേഹത്തിന്റെ കട തുറന്ന് നടക്കുന്ന മനുഷ്യനാണല്ലോ. ഈ മനുഷ്യന്റെ ഓരോ വാക്കിലും നോക്കിലും ഇരിപ്പിലും നടപ്പിലും ഈ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനോടുള്ള വിമർശിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വിമർശനമാകാം, പക്ഷേ ഇവർക്കുള്ളത് വെറുപ്പാണ്. എനിക്ക് അവകാശപ്പെട്ടതെന്തോ, ഞങ്ങളുടെ കുടുംബത്തിന് അവകാശപ്പെട്ടത്, പാർട്ടിക്ക് പോലുമില്ല, എന്റെ കുടുംബത്തിന് അവകാശപ്പെട്ടത് എന്തോ ഓടളക്കി തട്ടിക്കൊണ്ടുപോയ അങ്ങനെയുള്ളവരോട് എന്ന പോലെയുള്ള ആ അറപ്പും വെറുപ്പും നിറഞ്ഞ പെരുമാറ്റമാണ് ഈ മനുഷ്യന്റെ ശരീരഭാഷയിലുമുള്ളത്, പ്രതികരണത്തിലുമുള്ളത്, ഓരോ വാക്കിലുമുള്ളത്. അത് എന്തായാലും ഒരു കാര്യമുണ്ട്, രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തതും അദ്ദേഹം പരമാവധി ഇങ്ങനെ പ്രസംഗിക്കുന്നതും ഒക്കെ വളരെ വളരെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി നല്ലതാണ്. അയാളുടെ ഓരോ വാക്കിലും ഒരു 10 സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാകും, അത് ബി.ജെ.പി ഉപയോഗിക്കുകയും ചെയ്യും. ശരി.